BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ദേശം കവലയിൽ വിൽപ്പനയ്ക്കെത്തിച്ച 7 കിലോ കഞ്ചാവുമായി 2 അന്തർ സംസ്ഥാന തൊഴിലാളികൾ പിടി. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ അജിബുൽ മുല്ല, സീതാനഗർ, സാഗർ എന്നിവരെയാണ് എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. സർക്കിൾ ഇൻസ്പെക്ടർ P. ശ്രീരാജിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എക്സൈസ് ഇൻസ്പെക്ടർ KP പ്രമോദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ON അജയ്കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ വസന്ത് കുമാർ, TS പ്രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജോ വർഗീസ്, ശ്രീജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലത എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കൈയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കണക്ക് കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതിയുടെ വിമർശനം. കേന്ദ്രം വകയിരുത്തിയ തുകയും സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താണ് തുടങ്ങിയവ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളിൽ വ്യക്തത വരുത്താനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസറോട് ഇന്നും ഹാജരാകാൻ ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. സഹായത്തെ നടപടിക്രമങ്ങൾ ബാധിക്കരുതെന്നും കോടതി പറഞ്ഞു. ദുരന്ത സമയത്ത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ എത്ര രൂപയുണ്ടായിരുന്നു, എത്ര രൂപ വിനിയോഗിച്ചു, നിലവിൽ എത്ര രൂപയുണ്ട്, എത്ര രൂപ ചെലവിടാൻ തുടങ്ങിയ വിവരങ്ങളാണ് കോടതി സംസ്ഥാന സർക്കാരിൽ നിന്ന് തേടിയത്. അനുവദിച്ച തുകയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും അറിയിക്കണം. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 153.467 കോടി രൂപയുടെ സഹായം നൽകിയെന്നും കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും ഇത് വിനിയോഗിക്കുന്നതിൽ നിബന്ധന വെച്ചത് പ്രതിസന്ധിയാണെന്നും കേരളം വിശദീകരിച്ചു. തുടർന്നാണ് വ്യക്തത വരുത്താൻ കോടതി നിർദ്ദേശിച്ചത്. ദുരന്തമുണ്ടാകുമ്പോൾ സഹായം നേരിട്ട് നൽകാൻ കഴിയുമോ എന്നതിൽ വിശദീകരണം നൽകാമെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന തമിഴ്നാടിന് 944.80 കോടി അടിയന്തര സഹായമായി കേന്ദ്രം അനുവദിച്ചു. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം അധിക തുക അനുവദിക്കുന്നതും പരിഗണിക്കുമെന്നും അറിയിച്ചു. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ 2000 കോടി രൂപ അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു. വില്ലുപുരം, കടലൂർ, കള്ളക്കുറിച്ചി, തിരുവണ്ണാമലൈ, ധർമ്മപുരി, കൃഷ്ണഗിരി ജില്ലകളിലെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം ചെന്നൈയിലെത്തി 2 ദിവസം സംസ്ഥാനത്ത് പര്യടനം നടത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം TD വെസ്റ്റ് റോഡിൽ മഹാലക്ഷ്മി കോംപ്ലക്സിൽ ആദിത്യ ഷേണായി അന്തരിച്ചു. സംസ്കാരം പുല്ലേപ്പിടി രുദ്രവിലാസം ശ്മശാനത്തിൽ നടന്നു. ദേവദാസ് ഷേണായിയുടെ മകനാണ്. മാതാവ് ബീന ഷേണായി, സഹോദരി അശ്വനി D, സഹോദരി ഭർത്താവ് വിജയ് റാം പൈ. 34ാമത് ക്രൈഡായ് പ്രോപ്പർട്ടി എക്സ്പോയ്ക്ക് കൊച്ചി ആതിഥേയത്വം വഹിക്കും. ഡിസംബർ 6 മുതൽ 8 വരെ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് എക്സ്പോ. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. പ്രമുഖ ബിൽഡർമാരുടെ കൊച്ചിയിലെ പ്രൈം ലൊക്കേഷനുകളിലുള്ള 100-ലധികം പ്രീമിയം പ്രൊജക്ടുകൾ എക്സ്പോയിൽ അണിനിരക്കും. പ്രമുഖ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുമായി സംസാരിക്കുന്നതിനുള്ള അവസരവുമുണ്ട്. രജിസ്ട്രേഷൻ സൗജന്യമാണ്. രജിസ്റ്റർ ചെയ്യാനായി ഗൂഗിൾ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. AM റോഡിൽ പഴയ വില്ലേജ് ഓഫീസിന് മുൻവശത്തുള്ള KCB ട്രാൻസ്ഫോമർ അപകടാവസ്ഥയിൽ. 100 വാഹനങ്ങൾ 4 വരിയായി തിങ്ങിനിറഞ്ഞു പോകുന്ന റോഡരികിലാണിത്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ട്രാൻസ്ഫോമർ കാലപ്പഴക്കം മൂലം യാത്രക്കാർക്ക് ഭീഷണിയാണ്. ട്രാൻസ്ഫോമറിന് ചുറ്റും കമ്പി കൊണ്ട് സുരക്ഷാ കവചമുണ്ടെങ്കിലും വാഹനങ്ങൾ ഇടിച്ച് തകർത്ത നിലയിലാണ്. പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ കാലടി കവലയോട് ചേർന്നാണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ കവചങ്ങൾ തകർന്നു കിടക്കുന്നത് വഴിയാത്രക്കാർക്കും ഭീഷണിയാണ്. ട്രാൻസ്ഫോമർ സർക്കാർ ഭൂമിയായ പഴയ വില്ലേജ് ഓഫീസ് വളപ്പിലേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. കോതായി പാലം അപകടാവസ്ഥയിൽ. പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് നാട്ടുകാർ. പാലത്തിന്റെ അടിഭാഗത്തായി കോൺക്രീറ്റ് അടർന്നു പോയി കമ്പികൾ പുറത്തു കാണാം. കമ്പികൾ തുരുമ്പെടുത്തിട്ടുണ്ട്. പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കി അംഗീകരിച്ചാൽ മാത്രമേ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പാലത്തിന്റെ നിർമ്മാണ നടപടികൾ നീണ്ടുപോകുന്നത് വൻ അപകടത്തിന് വഴിവെക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പുതിയ പാലത്തിന് ഫണ്ട് അനുവദിച്ചിട്ട് ഏറെ നാളായി. തുടർന്നുള്ള നടപടികളൊക്കെ മന്ദഗതിയിലാണ്. ഫണ്ട് അനുവദിച്ച സമയത്തുണ്ടായിരുന്നതിനേക്കാൾ പാലത്തിന്റെ അപകട
സാധ്യത വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലുള്ള അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരം നടന്നിരുന്നു. വളവ് നിവർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പഴയ പാലം പൊളിക്കുമ്പോൾ ഈ ഭാഗത്തെ ഗതാഗതം തിരിച്ചുവിടാനുള്ള സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. മഞ്ഞപ്ര അയ്യമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കോതായി പാലം. മഞ്ഞപ്ര അയ്യമ്പുഴ പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ പാലം കൂടിയാണിത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.